ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. അഫ്ഗാനിസ്ഥാനെതിരെ ടെസ്റ്റിൽ ഇന്ത്യക്ക് അത്യുജ്വല വിജയം. നേരത്തെ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്, തീർച്ചയായിട്ടും ഈ ടെസ്റ്റിന് റിസൾട്ട് ഉണ്ടാകുമെന്നും അത് എത്ര വേഗത്തിലാണ് എന്നത് മാത്രമാണ് നമുക്ക് അറിയാൻ ബാക്കിയുള്ളതെന്നും ഏറ്റവും വലിയൊരു വിജയമായിരിക്കും ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ നേടാൻ പോകുന്നതെന്നും അതുപോലെ തന്നെ സംഭവിക്കുന്നു. ഒരു ഇന്നിങ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ വിജയിക്കുന്നത്. ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയ 564 റൺസിനെതിരെ അഫ്ഗാനിസ്ഥാൻ ആദ്യ ഇന്നിങ്സിൽ 152 റൺസിന് പുറത്താകുന്നു. ഫോളോ ചെയ്യിപ്പിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ തന്നെ രണ്ടാമതും ബാറ്റിങ്ങിന് അയക്കുന്നു. സെക്കൻഡ് ഇന്നിങ്സിനിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ 112 റൺസിന് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നു. മാനവ് സുധാറിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഓർമ്മകളിൽ എന്നും സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റായി മാറുന്നു അഫ്ഗാനിസ്ഥാനെതിരെ. ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച് ആദ്യ ടെസ്റ്റിൽ തന്നെ ആദ്യ ഇന്നിങ്സിൽ 6 വിക്കറ്റുകളും സെക്കൻഡ് ഇന്നിങ്സിൽ 1 വിക്കറ്റും നേടിയെടുത്തുകൊണ്ട് 2 ഇന്നിങ്സിലുമായി ടോട്ടൽ 7 വിക്കറ്റ് വീഴ്ത്തി കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഒന്നോർക്കണം, ഇത് കുട്ടി ക്രിക്കറ്റ് T20 അല്ല, വൺ ഡേ അല്ല, ടെസ്റ്റിലാണ്. ഏതൊരു കളിക്കാരൻ്റെയും സ്വപ്നമാണ് കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ കളിയിലെ ഹീറോ ആയിത്തീരുക എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു മാനവ് സുധാർ. ആദ്യ ഇന്നിങ്സിൽ 22 ഓവർ ബൗൾ ചെയ്ത് വിട്ടുകൊടുത്തത് 33 റൺസ് മാത്രമാണ്. അതായത് 1.50 എക്കണോമിയിൽ നേടിയെടുത്തത് 6 വിക്കറ്റുകൾ. അഫ്ഗാനിസ്ഥാന്റെ കഥ കഴിച്ച ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു മാനവ് സുധാർ നടത്തിയത്. രണ്ടാം ഇന്നിങ്സിൽ കൂടുതൽ വിക്കറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അഫ്ഗാനിസ്ഥാന്റെ പതനത്തിന് കാരണമായ 6 വിക്കറ്റ് നേട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടു തന്നെ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാനവ് സുധാർ തന്നെ. എന്തുകൊണ്ടും അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് മാനവ് സുധാറിന് ലഭിച്ചത്. ടെസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. അത് ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്ലേയേഴ്സിനെ കുത്തിനിറച്ച ഒരു സ്ക്വാഡായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും കഴിവുണ്ടായിട്ട് തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് സ്വന്തം പ്രകടനത്തിലൂടെ മാനവ് സുധാർ ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന അതിസുന്ദര മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ക്യാപ്റ്റന്റെയും വൈസ് ക്യാപ്റ്റന്റെയും സെഞ്ചുറിയുടെയും സായ് സുദർശന്റെയും ഋഷഭ് പന്തിൻ്റെയും വാഷിംഗ്ടൺ സുന്ദറിൻ്റെയും 50യിലൂടെയുമാണ് ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ 564 റൺസ് എടുത്തത്. അതിന് മറുപടിയായിക്കൊണ്ട് അഫ്ഗാനിസ്ഥാൻ 2 ഇന്നിങ്സിലുമായി നേടാൻ കഴിഞ്ഞത് 264 റൺസാണ്. ആദ്യ ഇന്നിങ്സിൽ മാനവ് സുധാർ 6 വിക്കറ്റും പ്രസിദ്ധ് കൃഷ്ണ 3 വിക്കറ്റും വീഴ്ത്തിയെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റുകളും കുൽദീപ് യാദവ് 3 വിക്കറ്റും മുഹമ്മദ് സിറാജ്, മാനവ് സുധാർ എന്നിവർ ഓരോ വിക്കറ്റുകളുമാണ് വീഴ്ത്തിയത്. ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൽ വീണ 8 വിക്കറ്റുകളിൽ 6ഉം നേടിയത് സലീം സഫിയായിരുന്നു. ആ ഒരു ബൗളർക്ക് മാത്രമാണ് ഒരു മികച്ച പ്രകടനം അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടത്താൻ കഴിഞ്ഞത്. ബാറ്റിങ്ങിൽ റഹ്മത്ത് ഷാ 60 റൺസ് എടുത്തപ്പോൾ ക്യാപ്റ്റൻ ഹസ്മത്തുള്ള 20 റൺസും ആദ്യ ഇന്നിങ്സിൽ നേടുകയുണ്ടായി. രണ്ടാം ഇന്നിങ്സിലെ ടോപ്പ് സ്കോറർ 42 റൺസ് എടുത്ത ഷഫീഖുള്ളയാണ്. റഹ്മാനുള്ള ഗുർബാസ് 24 പന്തുകളിൽ 24 റൺസ് എടുത്ത് പുറത്തായി. രണ്ടാം ഇന്നിങ്സിൽ ക്യാപ്റ്റന് കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കാതെ പോവുകയും ചെയ്തു. ഒരു ടെസ്റ്റ് മാത്രമായിരുന്നു അഫ്ഗാനിസ്ഥാനെതിരെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്നത്. ഇനി 3 ഏകദിനങ്ങളാണ് നടക്കാനുള്ളത്. 13 to 20 തീയതികളിലാണ്. 13, 17, 20 ഈ തീയതികളിലാണ് അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്ക് ഏകദിനങ്ങൾ കളിക്കാനുള്ളത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.